Hi, welcome back. A very good morning to all of you, my dear students. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് സെക്കൻഡ് സെമസ്റ്റർ BCom കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ചോദിക്കാൻ സാധ്യതയുള്ള അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻ എന്ന് പറയുന്ന പേപ്പറിൻ്റെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. 2019 സിലബസാണിത്. ഇത് റെഗുലർ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ QT എന്ന് പറയുന്ന പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് കോറിലേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്സ്. അപ്പോൾ BCom സ്റ്റുഡൻസിന് ഫെമിലിയർ ആയ ഒരു ടേമാണ് കോറിലേഷൻ റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ കോറിലേഷൻ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു നോ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. അതായത് രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വേരിയബിൾസ് മേ ബി ടു ഓർ മോർ, രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് ആവാം. ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് ടു നോ ദ ഡിമാൻഡ് ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രൈസ്. അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ്. അപ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കുറയും, അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടും. അത് രണ്ടും ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ വെദർ ഇറ്റ് മേ ബി പോസിറ്റീവ് റിലേഷൻ ഓർ നെഗറ്റീവ് റിലേഷൻ, കോറിലേഷൻ ഈസ് യൂസ്ഡ് ടു നോ ദ nature of relationship or degree of relationship between the variables under study. Then explain its types. അതിൻ്റെ കൂടെ ചോദിക്കാനുള്ള വേറൊരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, ലീനിയർ കോറിലേഷൻ, നോൺ ലീനിയർ കോറിലേഷൻ, മൾട്ടിപ്പിൾ കോറിലേഷൻ, പാർഷ്യൽ കോറിലേഷൻ, ഇങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദ വേരിയബിൾസ് ടേക്കൺ ഫോർ ദ സ്റ്റഡി മൂവ്സ് ഇൻ എ സെയിം ഡയറക്ഷൻ, ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് കോറിലേഷൻ. അതായത് ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ഒന്നും, പിന്നെ ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ഒന്നും. അതുപോലെ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾസും രണ്ട് വേരിയബിൾസും മാത്രമുള്ള സ്റ്റഡീനെ പാർഷ്യൽ കോറിലേഷൻ ഒന്നും. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉള്ള റിലേഷൻഷിപ്പാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കൾട്ടിവേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനുമായി ബാധിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. റെയിൻഫോൾ ഉണ്ട്, ഈൽഡ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ഇതൊക്കെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ ഓരോ ഫാക്ടേഴ്സും, ഇപ്പോൾ നമ്മളിപ്പോൾ റെയിൻഫോളാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ റെയിൻഫോളും പ്രൊഡക്ഷനും തമ്മിലുള്ള ബന്ധം, ദെൻ ബാക്കിയുള്ള അതർ വേരിയബിൾസ് അതായത് ഈൽഡും ടെമ്പറേച്ചറിനും അത് സെറ്റ് സൈഡ് അത് മാറ്റി വെച്ചിട്ട് അത് രണ്ടും കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഓരോ വേരിയബിൾസും ഉണ്ട്. നമ്മൾ ഏത് വേരിയബിളാണോ എടുക്കുന്നത് ആ വേരിയബിൾ മറ്റുള്ള 3 വേരിയബിൾസ് തമ്മിലുള്ള പഠനം നോക്കുന്നതാണ് എന്ത് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അതർ 2 വേരിയബിൾസ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, ദെൻ ഒരു വേരിയബിൾ എടുത്തിട്ട് പ്രൊഡക്ഷനും, അതുപോലെ റെയിൻഫോൾ എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി ഈൽഡും ടെമ്പറേച്ചറും അതുപോലെ അവിടെ വെച്ചിട്ട് ആ ഒരു വേരിയബിൾ എടുത്തിട്ട് പഠിക്കുന്നത്, അത് മൾട്ടിപ്പിൾ കോറിലേഷൻ. ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന രണ്ട് വേരിയബിളും ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡിമാൻഡും പ്രൈസും തന്നെ ഡിമാൻഡ് 4% ഇൻക്രീസ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ 4% ഇൻക്രീസ് പ്രൈസിനും വരുന്നത്. ഒരേ പ്രപ്പോർഷനിൽ രണ്ട് വേരിയബിൾസ് മൂവ് ചെയ്യുന്നതാണ് ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ when the amount of change in one variable leads to a not constant ratio of change in another variable ആണ് നോൺ ലീനിയർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വേരിയബിൾ 4% ചേഞ്ച് ഉണ്ട്, മറ്റേ വേരിയബിൾ 4% ചേഞ്ച് വേണമെന്നില്ല, മേ ബി അത് 2%ഓ 3%ഓ ആവാം. അങ്ങനെ കോൺസ്റ്റൻ്റ് അല്ലാത്ത രീതിയിൽ പോകുന്നതാണ് നോൺ ലീനിയർ കോറിലേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാം ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഓർ എ ഗ്രാഫിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ. അതായത് കോറിലേഷൻ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ഡിവൈസാണ് സ്കാറ്റർ ഡയഗ്രാം. ഇവിടെ രണ്ട് വേരിയബിൾ, ഒരു വേരിയബിൾ എക്സ് ആക്സിസിലും മറ്റൊരു വേരിയബിൾ വൈ ആക്സിസിലും എടുക്കുക. എന്നിട്ട് രണ്ട് വേരിയബിളും നമ്മൾ ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യാം. ആ പ്ലോട്ട് ചെയ്ത പോയിൻറ്റ്സ് നമ്മൾ
നമ്മൾ ജോയിൻ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ സെയിം ഡയറക്ഷനാണോ ഓപ്പോസിറ്റ് ഡയറക്ഷനാണോ എന്ന് നോക്കുക. അങ്ങനെ നോക്കി പഠിക്കുന്ന റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്ന ഒരു ഗ്രാഫിക്കൽ ഡിവൈസാണ് സ്കാറ്റർ ഡയഗ്രാം. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ കോറിലേഷനും റിഗ്രഷനും ഒരുപാട് ബന്ധമുള്ള രണ്ട് ടേംസാണ്. റിഗ്രഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻ തന്നെയാണ്. ബട്ട് റിഗ്രഷനിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് രണ്ട് വേരിയബിൾസിൻ്റെ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേറാസ് ഇൻ ദ കേസ് ഓഫ് കോറിലേഷൻ ആണെങ്കിൽ നമ്മൾ രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രിയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ മനസ്സിലാക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മീനിങ് കൊണ്ടുള്ളൊരു ഡിഫറൻസ് ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കോറിലേഷനാണ് എഴുതുന്നതെങ്കിൽ കോറിലേഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ടു നോ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, വേറാസ് റിഗ്രഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ടു നോ ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിളാണ്. പിന്നെ കോറിലേഷൻ്റെ കേസിൽ നമ്മൾ വേരിയബിൾസിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് തരംതിരിവോ വേർതിരിവോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ എടുക്കുന്ന വേരിയബിൾസിൻ്റെ പരസ്പര ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ റിഗ്രഷൻ ആണെങ്കിൽ നമ്മൾ ഒരു വേരിയബിൾ എപ്പോഴും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും മറ്റൊരു വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം റിഗ്രഷനിൽ നമ്മൾ അറിയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് അറിയാത്ത വേരിയബിളിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. റിഗ്രഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ടു നോ ദാറ്റ് ഓർ ടു പ്രെഡിക്റ്റ് ദ unknown values of a variable by using the known values of a variable ആണ്. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും ഏത് വാല്യൂ ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് സെഗ്രിഗേഷൻ റിഗ്രഷൻ്റെ കേസിലുണ്ട്. പിന്നെ ഡിഫറൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റിഗ്രഷനിൽ നമ്മൾ ഒരു വാല്യൂവിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. പ്രഡിക്ഷൻ പർപ്പസിന് നമ്മൾ റിഗ്രഷൻ ഉപയോഗിക്കുന്നുണ്ട്. വേറെ കോറിലേഷനിൽ നമ്മൾ ഒരു വാല്യൂ ഉപയോഗിച്ചിട്ട് വേറൊരു വാല്യൂവിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. പ്രഡിക്ഷൻ പർപ്പസിന് നമ്മൾ കോറിലേഷൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് രണ്ട് ടേമും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നെക്സ്റ്റ് ആണ് വാട്ട് ഇസ് ടൈം സീരീസ് അനാലിസിസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് കോമ്പോണൻറ്റ്സ്. ടൈം സീരീസ് അനാലിസിസ് ഓൾസോ അനദർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ്. അതും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഫോർ മെഷറിംഗ് ദ ചേഞ്ചസ് ഇൻ ദ വേരിയബിൾ അല്ലെങ്കിൽ ഫോർ മെഷറിംഗ് ദ ചേഞ്ചസ് ഇൻ ഇക്കണോമിക് ഫിനോമിന ഓവർ ടൈം. അതായത് ഓരോ ടൈം പാസ് ചെയ്യുന്നതോറും അതിൻ്റെ ഇക്കണോമിക് ഫിനോമിന വേരിയബിൾസ് തമ്മിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കോമ്പണൻറ്റ്സ് എന്ന് പറയുന്നത് സൈക്ലിക്കൽ വേരിയേഷൻ, ഇറഗുലർ വേരിയേഷൻ, സീസണൽ വേരിയേഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ സെക്യുലർ ട്രെൻഡ്, ഇതൊക്കെയാണ് അതിൻ്റെ കോമ്പണൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഓരോന്നും അത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. Then next, what is hypothesis and what is type 1 and type 2 error? Hypothesis is merely a set of assumption or a presumption about the statistical analysis. അതായത് നമ്മൾ ആദ്യം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു കൂട്ടം അസംഷൻസിനെ അല്ലെങ്കിൽ പ്രിസംഷൻസിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. What is type 1 and type 2 error? There are two types of errors in hypothesis, type 1 and type 2 error. അതായത് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത നൾ ഹൈപ്പോത്തസിസ് നൾ ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്ത നൾ ഹൈപ്പോത്തസിസ് ശരിയാകുന്ന സമയത്ത് നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നതും, ടൈപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത നൾ ഹൈപ്പോത്തസിസ് തെറ്റാകുന്ന സമയത്ത് നമ്മൾ ആക്സെപ്റ്റും ചെയ്യുന്നതാണ് ടൈപ്പ് 2 എറേഴ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്? ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ടെസ്റ്റിംഗ് മേ ബി broadly divided into two. They are parametric test and non-parametric test. Parametric test എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ where we can easily find out the assumption about the population parameter. Parametric ടെസ്റ്റിൽ നമ്മൾക്ക് എന്താണ് പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ അസംഷൻസ് നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. വേറെ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ the researcher cannot make any assumption about the population parameter. അതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പാരാമെട്രിക് ടെസ്റ്റിന് പല ടൈപ്പ് എക്സാമ്പിൾസ് ഉണ്ട്. അതുപോലെ നോൺ പാരാമെട്രിക് ടെസ്റ്റിന് കൈ-സ്ക്വയർ ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് സെഡ് ടെസ്റ്റ്, ഇതൊക്കെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചുള്ള അസംഷൻസ് നമ്മൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പാരാമെട്രിക് എന്നും, അസംഷൻസ് വെക്കാൻ പറ്റാത്ത തരം ടെസ്റ്റിനെ നോൺ പാരാമെട്രിക് എന്നും പറയുന്നു.
Then next, what are the applications of chi-square test? Chi-square test is a non-parametric test where we cannot able to find any assumption about the population parameter, and the applications to know the goodness of fit, അതുപോലെ തന്നെ attributes, to know the nature of attributes between two variables, അങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. Then next, what is conditional probability? ഒരു probability, conditional probability, അതായത് ഒരു പ്രോബബിലിറ്റീൻ്റെ ഹാപ്പനിങ്ങോ വേറൊരു പ്രോബബിലിറ്റീൻ്റെ ഹാപ്പനിങ്ങുമായി ബന്ധപ്പെട്ടതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ദെൻ അതുപോലെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് പറയുന്ന ഒരു തിയറമാണ് ബേസ് തിയറം. അത് നോക്കാം. Then what is permutation and combination? Permutation and combination also another statistical device ആണ്. Permutation എന്ന് വെച്ച് കഴിഞ്ഞാൽ the number of different arrangements that can be made by taking all or some of the items. അതായത് നമ്മൾ ഏതൊക്കെ ഡിഫറെൻറ്റ് തരങ്ങളിൽ ആ വേർഡ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് പെർമ്യൂട്ടേഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ടേക്കിംഗ് സം ഓർ ഓൾ ഓഫ് ദ ഐറ്റംസ്. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു ടേമാണ് അറേഞ്ച്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ്. ആൻസർ പാർട്ടിൽ ആ ഒരു ടേം വേണം. അതുപോലെ കോമ്പിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു ടേമാണ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ പെർമ്യൂട്ടേഷൻ ഒരു ഫോർമുല ഉണ്ട്, NPR is equal to n factorial divided by n minus r factorial. n എന്ന് പറയുന്നത് ആ വേർഡിലെ ലെറ്റേഴ്സിൻ്റെ എണ്ണമാണ്. r എന്ന് പറയുന്ന ആ ലെറ്റേഴ്സിൽ നിന്ന് എത്ര ലെറ്റർ എടുത്തിട്ടാണോ നമ്മൾ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് നടത്തുന്നത്, അതാണ് അവിടുത്തെ r എന്ന് പറഞ്ഞാൽ. ദെൻ ഫാക്ടോറിയൽ നിങ്ങൾക്കറിയാം, ഒരു സംഖ്യേൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 മുതൽ താഴോട്ട് നമ്മളുള്ള സംഖ്യേൻ്റെ മൾട്ടിപ്ലൈഡ് സമ്മാണ്. ഫോർ എക്സാമ്പിൾ 5 × 4 × 3 × 2 × 1 ആണ്. ഇത് മൊത്തം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ. ദെൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ടേക്കിംഗ് സം ഓൾ ഓർ ഐറ്റംസ് ഇൻ എ സീരീസ് ആണ്. അതുപോലെ കോമ്പിനേഷൻ കണ്ടുപിടിക്കാനൊരു ഫോർമുല ഉണ്ട്, NCR. പെർമ്യൂട്ടേഷൻ മാറിപ്പോകരുത്, NPR. അവിടെ P കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർമ്യൂട്ടേഷനാണ്. കോമ്പിനേഷൻ നമ്മൾ NCR എന്ന് പറയുന്ന ഫോർമുലയിലാണ് ഉപയോഗിക്കുന്നത്. C എന്ന് പറയുന്നത് കോമ്പിനേഷൻ്റെ ഷോർട്ട് ഫോമാണ്. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ആണ്. ആ ഓരോ ലെറ്റർ സൂചിപ്പിക്കുന്നത് പെർമ്യൂട്ടേഷനിലെ പോലെ തന്നെയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പിനേഷനും, ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷനും. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു പേര് എന്താ പറയണ്ടേ, ഒരു രാജേഷ് എന്ന് പറയുന്ന ഒരു പേര്. അപ്പോൾ ആ രാജേഷ് എന്ന് പറയുന്ന പേരിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് എന്നിനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. ആ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഒരു 3-4 ലെറ്റർ ഉപയോഗിച്ചിട്ട് എത്ര അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് നടത്താൻ പറ്റുമെന്ന് ചോദിക്കുന്നത് നമ്മൾ NPRൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ഇനി കോമ്പിനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇപ്പോൾ പിന്നെ ഒരു ബാഗിൽ 5 ബ്ലൂ ബോളും 6 ബ്ലാക്ക് ബോളും ഉണ്ട്. അതിൽ നിന്ന് 2 ബോൾ എടുക്കണം. ആ 2 ബോൾ ബ്ലാക്ക് ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ 3 ബോൾ എടുക്കണം, അത് ബ്ലൂവും 3 ബോൾ എടുക്കണം, അതിൽ 2 ബോൾ ബ്ലൂവും 1 ബോളും ബ്ലാക്ക് ആവാനുള്ള സാധ്യത. അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് കോമ്പിനേഷൻ്റെ ഫോർമുല. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ യൂസസ് ഓഫ് പോയ്സൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ QTയിൽ 3 തരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നോർമൽ, ബൈനോമിയൽ, പോയ്സ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് കമ്മിങ് അണ്ടർ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയലും പോയ്സണും ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എന്താണ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ? ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേർ ദ റാൻഡം വേരിയബിൾ ഈസ് അലൗഡ് ടു ടേക്ക് ഓൺലി എ ഡെഫിനിറ്റ് സിംഗിൾ വാല്യൂ. x is equal to 10 ആണെങ്കിൽ അത് 10 തന്നെയാണ്, ഒരിക്കലും 10ൽ കുറവോ 10ൽ കൂടുതലോ ആവില്ല. Whereas in the case of continuous probability distribution, where the random variable is allowed to take a value within a given range. For example, 10 to 20. അപ്പോൾ എക്സിൻ്റെ വാല്യൂ മേ ബി 10നും 20നും ഇടയിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആവാം. അത് 10 ആവാം, 10.1 ആവാം, 10.2 ആവാം, അങ്ങനെ ലാസ്റ്റ് 20, 19.9 അല്ലെങ്കിൽ 20 വരെ ആവാം. ഏത് വാല്യൂ ആവാം കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു എക്സാമ്പിളാണ് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ.
ഇതാണ് 3 തരത്തിലെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ യൂസസ് ആണ്. കാരണം പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു നോ ദ പ്രോബബിലിറ്റി ഓഫ് എ റെയർ ഈവൻറ്റ്സ്, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു പ്രെഡിക്റ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എ റെയർ ഈവൻറ്റ്സ്. റെയർ ഈവൻറ്റ്സിൻ്റെ പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് റെയർ ഇവൻറ്റ്സ് എന്താ കേസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ദ നമ്പർ ഓഫ് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഇൻ എ ബുക്ക് അല്ലെങ്കിൽ കുറേ പേജ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് അറൈവ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് അറൈവ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ബൂത്ത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ആർട്ടിക്കിൾസ് ഓർ എ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫാക്ടറി, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബാക്ടീരിയ, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എമിറ്റഡ് ഫ്രം എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. ഇങ്ങനെയുള്ള റെയർ ഈവൻറ്റ്സ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി, അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻ എ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി, ഇങ്ങനെയുള്ള റെയർ ഈവൻറ്റ്സിൻ്റെ പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് സൈമൺ ഡെന്നിസ് പോയ്സൺ ആണ്. ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡെവലപ്ഡ് ബൈ സൈമൺ ഡെന്നിസ് പോയ്സൺ ഇൻ ഓർഡർ ടു പ്രെഡിക്റ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എ റെയർ ഈവൻറ്റ്സ്. And here the formula will be Poisson distribution. In fact Poisson distribution the formula നമ്മൾ ലാംഡ വെച്ചിട്ട് e raised to minus lambda into lambda raised to r divided by r factorial ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ലാംഡ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻ ആണ്, അല്ലെങ്കിൽ എം എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത് ലാംഡ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ അതുപോലെ തന്നെ ബൈനോമിയലും നോർമലും ഉണ്ട്. ബൈനോമിയൽ നമ്മൾ അതായത് ഡൈക്കോട്ടമസ് ഈവൻസിൻ്റെ പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബൈനോമിയൽ. അതായത് കോയിൻ ടോസ് ചെയ്യുന്ന പോലെയുള്ള ഗെയിംസൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ബൈനോമിയൽ. അപ്പോൾ അവിടെ നമ്മൾ പിയും ക്യൂ ഒക്കെ, അതായത് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസിനെ സൂചിപ്പിക്കുന്നു, ക്യൂ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസും ഫെയിലിയറും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. ഒരിക്കലും പ്രോബബിലിറ്റി 1 കൂടാൻ പാടില്ല. അങ്ങനെയുള്ളൊരു പ്രിൻസിപ്പിളാണ് ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ദെൻ നോർമൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസാണ് നെക്സ്റ്റ് വരുന്നത്. എല്ലാവർക്കും അറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ബെൽ ഷേപ്പാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് വൺ മാക്സിമം പോയിൻറ്റ്. ദാറ്റ് മാക്സിമം പോയിൻറ്റ് ഈസ് കോൾഡ് മീൻ. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു മാക്സിമം പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. ആ മാക്സിമം പോയിൻറ്റ് ടച്ച് ചെയ്യുന്നത് മീൻ വാല്യൂലാണ്. അതായത് ആ മീൻ വാല്യൂ മിഡിലാണ് വരിക നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ. ആ മിഡിൽ മീൻ വാല്യൂവിൽ വെച്ചിട്ട് നമ്മൾ ആ നോർമൽ കർവിനെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഈക്വൽ പാർട്സ് ആയിരിക്കും. അതായത് മീൻ്റെ റൈറ്റ് സൈഡും മീൻ്റെ ലെഫ്റ്റ് സൈഡും ഈക്വൽ പാർട്സ് ആയിരിക്കും. അതിൻ്റെ ഏരിയ പ്രോപ്പർട്ടി വെച്ച് പറയുകയാണെങ്കിൽ മീൻ്റെ റൈറ്റ് സൈഡിൻ്റെ ഏരിയ 0.5ഉം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൻ്റെ ഏരിയയും 0.5 ആണ്. അപ്പോൾ ഇഫ് വി ഫോൾഡ് ദ നോർമൽ കർവ് അലോങ് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് ഓർ മീൻ ആക്സിസ് വി ഹാവ് ഗെറ്റ് 2 ഈക്വൽ പാർട്സ്. അതാണ് അതിൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ നോർമൽ കർവ് ഇസ് എ യൂണി മോഡലാണ്. എന്തുകൊണ്ടാണ്? സിൻസ് ഇറ്റ് ഹാസ് ഓൺലി എ മീൻ വാല്യൂ, ഓൺലി വൺ മീൻ വാല്യൂ ഓർ മോഡൽ വാല്യൂ, വൺ മോഡ് വാല്യൂ. ഇറ്റ് ഈസ് എ യൂണി മോഡൽ കർവ് ആണ്. പിന്നെ അതിൻ്റെ മിഡിൽ വൺ Q2 ആണ്, മീഡിയൻ ആണ്. ദെൻ ആ മീഡിയനിൽ നിന്നും Q1ലേക്കും Q3ലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സിമെട്രിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സിമെട്രിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ വേർ ദ വാല്യൂസ് ഓഫ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ ഓർ കോയിൻസൈഡ്. അതാണ് സിമെട്രിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെ അതിൻ്റെ ഏരിയ പ്രോപ്പർട്ടി. സോ ഇതൊക്കെയാണ് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നത്. Then next, what is mutually exclusive event, what is random experiment, what is permutation, what is combination is already discussed. Mutually exclusive events, when 2 or more events are said to be mutually exclusive if happening of one event prevents the happening of another event. അതായത് രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ ഹാപ്പനിങ് വേറൊരു ഇവൻറ്റിൻ്റെ ഹാപ്പനിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, തടഞ്ഞു നിർത്തുന്നതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ
ഇപ്പോൾ നമ്മളൊരു പിന്നെ ബാഗ്, ആ ബാഗിൽ 52 പ്ലേയിങ് കാർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മളൊരു കാർഡ് എടുത്ത് ഒരു കാർഡ് എടുക്കുമ്പോൾ ബാഗിൽ പിന്നീട് 52 കാർഡാണ് ഉണ്ടാകുന്നത്, പ്ലേയിങ് കാർഡ്സ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഒരു കാർഡ് എടുത്ത് ദെൻ ബാക്കി ആ ബാഗിൽ 51 കാർഡേ ഉള്ളൂ. ഈ എടുത്ത കാർഡ് നമ്മൾ ആ ബാഗിലേക്ക് തന്നെ വീണ്ടും റീപ്ലേസ് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത് നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ ചോയ്സ് എന്ന് പറയുന്നത് 1/52 ആയിരിക്കില്ല, 1/51 ആയിരിക്കും. കാരണം അവിടെ എടുത്ത കാർഡ് അതിൻ്റെ അകത്ത് റീപ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ടാമത് നമ്മൾ എടുക്കുമ്പോൾ അതിനെ അത് പ്രിവെൻറ്റ് ചെയ്തു. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ട്രയൽ പെർഫോം ചെയ്യുന്നതാണ് റാൻഡം എക്സ്പെരിമെൻ്റ്. ഡൈ ത്രോ ചെയ്താലും അതുപോലെ തന്നെ കോയിൻ ടോസ് ചെയ്താലും നമ്മൾ കാർഡ് പാക്കറ്റിൽ 52 പാക്കറ്റിലൊരു ഒരു കാർഡ് നമ്മൾ എടുക്കുന്നതായാലും ഇതൊക്കെ റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. ഇതൊക്കെ റാൻഡം എക്സ്പെരിമെൻ്റ് എക്സാമ്പിളാണ്. പക്ഷെ എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ എക്സ്പെരിമെൻറ്റ് വിച്ച് ഹാസ് 2 or more outcomes which will vary in an unpredictable manner from time to time when a trial is performed under a uniform condition. അതായത് നമ്മൾ കണ്ടീഷൻസ് ഒന്നും മാറ്റം വരുത്താതെ ഒരേ കണ്ടീഷനിൽ തന്നെ ഒരു ഈവൻ്റ് ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ട്രയൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഓരോ സമയത്തും നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് മാറിക്കൊണ്ടേയിരിക്കും. അൺപ്രഡിക്റ്റബിൾ മാനറിൽ അത് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ പറയാം, ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ നമ്മൾ ഡൈ ത്രോ ചെയ്യുന്നത്. ഡൈക്ക് 6 ഫേസസ് ഉണ്ടല്ലേ, നമ്പേർഡ് ഫ്രം 1 to 6 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സമയം ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് 2, 3, 4 എത്രയെങ്കിലും വീണു. സെക്കൻഡ് ടൈം നമ്മൾ അതേ എക്സ്പെരിമെൻറ്റ് അതേ യൂണിഫോം കണ്ടീഷനിൽ തന്നെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോൾ 2 തന്നെ ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ 3 തന്നെ ആയിരിക്കണമെന്നില്ല. വേറെ ഔട്ട്പുട്ട് 1 മുതൽ 6 വരെ ഏതെങ്കിലും ഒരു ഈവൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെരിമെൻ്റാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് തിയറി ഭാഗമായിട്ട് QT ഫോർ ബിസിനസ് ഡിസിഷൻ എന്ന് പറയുന്ന സെക്കൻഡ് സെമിസ്റ്റർ BCOM 2019 സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഉള്ള ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി റെഗുലർ സ്റ്റുഡൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള തിയറി ക്വസ്റ്റ്യൻസ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലംസ് കോറിലേഷൻ്റെ പ്രോബ്ലം, പിന്നെ എക്സും വൈയും വേരിയബിൾ എന്നിട്ട് XY ആണ്, X² Y² എന്നിട്ട് നമ്മൾ ആ ഫോർമുലയിൽ n സിഗ്മ XY മൈനസ് സിഗ്മ X ഇൻറ്റു സിഗ്മ Y ഡിവൈഡഡ് ബൈ n സിഗ്മ X² മൈനസ് സിഗ്മ X ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് n സിഗ്മ Y² മൈനസ് സിഗ്മ Y ദ ഹോൾ സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എസ്കേപ്പിൻ്റെ ഫോർമുലയാണ് ഇപ്പോൾ പറഞ്ഞത്, അത് ചോദിക്കാം. അതുപോലെ തന്നെ റിഗ്രഷൻ, അതായത് നമ്മളിപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻസ് X on Y, Y on X സോൾവ് ചെയ്തിട്ട് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഏജ് ഇത്രയാണെങ്കിൽ വൈഫിൻ്റെ ഏജ് എത്രയായിരിക്കും, ഹസ്ബൻഡിൻ്റെ പിന്നെ ഡിമാൻഡ് ഇത്രയാണെങ്കിൽ സപ്ലൈ ഇത്രയായിരിക്കും, അങ്ങനെ നമ്മൾ നോക്കുന്നതാണ് റിഗ്രഷൻ, അത് ചോദിക്കും. അതുപോലെ തന്നെ നമ്മൾ പിയേഴ്സൺസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്, അപ്പോൾ റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്ന കേസിലുള്ള ഫോർമുല, റാങ്ക് റിപ്പീറ്റ് ചെയ്യാത്ത കേസിലുള്ള ഫോർമുല, അതും നോക്കണം. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ടൈം സീരീസിലെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ y=a+bx എന്ന് പറയുന്ന ഫോർമുലയിൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കുന്നതും ചോദിക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ടൈം സീരീസിൻ്റെ വേറൊരു ചോദിക്കാൻ സാധ്യതയുള്ള മൂവിങ് ആവറേജ് ഉപയോഗിച്ചിട്ട് 3 ഇയർലി 5 ഇയർലി 7 ഇയർലി മൂവിങ് ആവറേജ് വെച്ചിട്ട് ഉള്ള ട്രെൻഡ് വാല്യൂ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാ പ്രോബബിലിറ്റീൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസും പിന്നെ ഫിറ്റിങ്ങും ചോദിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി സ്റ്റുഡൻസ് BCOMനുള്ള ഇമ്പോർട്ടൻറ്റ് QTയിൽ വരുന്ന ക്വസ്റ്റ്യൻസും ചെറിയ രീതിയിലൊരു ആൻസറും. സോ ഇത് കേൾക്കുന്ന കുട്ടികൾ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ മറ്റുള്ള ആൾക്കാരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും പാസ്സാവാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. അതുപോലെ തന്നെ എൻ്റെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ.